ആകർഷണ നിയമങ്ങൾ. നിങ്ങളെ ഇഷ്ടപ്പെടാൻ ആളുകളെ പ്രേരിപ്പിക്കുന്ന 13 എളുപ്പ കഴിവുകൾ. 13 ആകർഷണ നിയമങ്ങളുണ്ട്. മറ്റുള്ളവരിൽ ഒരു നല്ല മതിപ്പ് സൃഷ്ടിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതിനാണ് അവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ജോലി ജീവിതത്തെക്കുറിച്ചോ പ്രണയ ജീവിതത്തെക്കുറിച്ചോ ആകട്ടെ, ഇനി പറയുന്ന 13 ആകർഷണ നിയമങ്ങൾ നിങ്ങളെ കൂടുതൽ ആകർഷകമായ വ്യക്തിയായി മാറാൻ സഹായിക്കും. ലളിതമായി പറഞ്ഞാൽ, അടുത്തറിഞ്ഞാൽ കൂടുതൽ രസകരമാണ്. നിങ്ങളുടെ ബന്ധത്തിൻ്റെ ഫലപ്രാപ്തി വർദ്ധിക്കുന്നതിനുള്ള ഒരു ഉപകരണമായി ഓരോ ആകർഷണ നിയമത്തെക്കുറിച്ചും ചിന്തിക്കുക. വീഡിയോ അവസാനം വരെ കാണുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തെറ്റായ അട്രിബ്യൂഷൻ നിയമം. തെറ്റായ അട്രിബ്യൂഷൻ നിയമം പറയുന്നത് ശരിയായ സമയത്ത് ശരിയായ സ്ഥലത്ത് ആയിരിക്കാൻ കഴിയുമെന്നാണ്. ഉദാഹരണത്തിന്, ഒരാൾ അടുത്തുണ്ടെങ്കിൽ, ഒരാൾ വ്യായാമം ചെയ്തതിൻ്റെ പേരിൽ അയാൾക്ക് സുഖം തോന്നുന്നുവെങ്കിൽ അവർ ആ വികാരങ്ങളെ നിങ്ങളുമായി ബന്ധപ്പെടുത്തിയേക്കാം. രണ്ടാളുകൾ ഒരു ഭയാനകമായ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള സംഭവം പങ്കിടുമ്പോഴും ഇത് സംഭവിക്കാം. ആ അനുഭവം പലപ്പോഴും അവരെ കൂടുതൽ അടുപ്പിക്കുന്നു. 2. ജിജ്ഞാസ നിയമം. നമ്മൾ മറ്റൊരാൾക്ക് നമ്മളെക്കുറിച്ച് ജിജ്ഞാസ ഉണ്ടാക്കുമ്പോൾ ആ ജിജ്ഞാസയെ പരിപോഷിപ്പിക്കുന്നതിനായി ആ വ്യക്തി നമ്മളുമായി കൂടുതൽ ഇടപഴകാൻ ആഗ്രഹിക്കുമെന്ന് ക്യൂരിയോസിറ്റി നിയമം പറയുന്നു. 3. പരസ്പര വിരുദ്ധ നിയമം. ഒരു പുഞ്ചിരിയായാലും ഒരു ആംഗ്യമായാലും അല്ലെങ്കിൽ ഒരു ഉപകാരമായാലും ആളുകൾക്ക് ലഭിക്കുന്നത് തിരികെ നൽകാൻ പ്രവണതയുണ്ടെന്ന് പരസ്പര വിരുദ്ധ നിയമം പറയുന്നു. പലപ്പോഴും റോബർട്ട് സിയാൽഡിനി തൻ്റെ പ്രശസ്ത പുസ്തകമായ ഇൻഫ്ലുവൻസസിൽ പറയുന്നത് പോലെ, പരസ്പര നിയമത്തിൻ്റെ സ്വീകാര്യതയുള്ള ആളുകൾ തങ്ങൾക്ക് എന്തെങ്കിലും ലഭിച്ച ആളുകൾക്ക് പകരമായി അനുപാതമില്ലാതെ കൂടുതൽ ചെയ്യാൻ നിർബന്ധിതരാക്കുന്നു. അതുകൊണ്ടാണ് റെസ്റ്റോറൻറ്റുകളിലെ ചില വെയിറ്റർമാർ നിങ്ങൾക്ക് കുറച്ച് അധിക ഭക്ഷണം നൽകുന്നത്. തുടർന്ന് കണ്ണിറുക്കുക. ആരോടും ഇതിനെക്കുറിച്ച് പറയരുതെന്ന് നിങ്ങളോട് പറയുന്നത്. സ്വയം വെളിപ്പെടുത്തൽ നിയമം. സ്വയം വെളിപ്പെടുത്തലിൻ്റെ നിയമം പറയുന്നത്, നിങ്ങൾ നിങ്ങളെക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തുമ്പോൾ മറ്റൊരാൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുകയും സ്വയം വെളിപ്പെടുത്തുകയും ചെയ്യുമെന്നാണ്. എന്നിരുന്നാലും നിങ്ങളുടെ വെളിപ്പെടുത്തലുകൾ ആദ്യം വളരെ അടുപ്പത്തിലാകാതെ പ്രത്യേകമായി സൂക്ഷിക്കേണ്ടത് പ്രധാനമാണ്. സ്വയം വെളിപ്പെടുത്തൽ നിയമം ഉപയോഗിക്കുന്നതിനുള്ള ഫലപ്രദമായ ഒരു മാർഗത്തിൻ്റെ ഉദാഹരണം ഇതായിരിക്കാം. നിങ്ങൾ മുമ്പ് മറികടന്നതിന് സമാനമായ പോരാട്ടങ്ങൾ നേരിടുന്ന ഒരാളുമായി ഒരു പോരാട്ടത്തിൽ നിന്ന് വിജയത്തിലേക്കുള്ള കഥ പങ്കിടുന്നത്. നിങ്ങൾ എങ്ങനെ വീണു തിരിച്ചു വന്നു എന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ കഥ അവരോട് പറയുന്നത് അവരുടെ സ്വന്തം വേദനകളെയും പോരാട്ടങ്ങളെയും കുറിച്ച് നിങ്ങളോട് പറയാൻ അവരെ പ്രേരിപ്പിച്ചേക്കാം. 5. വ്യക്തിഗത ആകർഷണ നിയമം. ആകർഷകമല്ലാത്തവരെ അപേക്ഷിച്ച് ആകർഷകരായ ആളുകൾ കൂടുതൽ സത്യസന്ധരും ബുദ്ധിമാന്മാരും കഴിവുള്ളവരും നല്ലവരുമാണെന്ന് കരുതപ്പെടുമെന്ന് വ്യക്തിഗത ആകർഷണ നിയമം പറയുന്നു. ഇത് ദുഃഖകരമാണ്, പക്ഷെ സത്യമാണ്. എന്നാൽ ഈ നിയമം പാലിക്കാൻ നിങ്ങളൊരു റൺവേ മോഡലായി കാണപ്പെടണമെന്ന് ഇതിനർത്ഥമില്ല. നിങ്ങളുടെ സ്വന്തം ആകർഷണീയത തൽക്ഷണം മെച്ചപ്പെടുത്താൻ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന നിരവധി കാര്യങ്ങളുണ്ട്. അവയിൽ ചിലത് ഇവയാണ്: കണ്ണിൽ നോക്കുക, പുഞ്ചിരിക്കുക, നന്നായി വസ്ത്രം ധരിക്കുക, സജീവമായ ശ്രോതാവായിരിക്കുക. നർമ്മ നിയമം. തമാശ നിയമം പറയുന്നത് തങ്ങളുടെ അനുഭവങ്ങളിൽ ഉചിതമായ നർമ്മം ഉപയോഗിക്കുന്ന ആളുകളെ കൂടുതൽ ഇഷ്ടപ്പെടാൻ കഴിയുന്നവരും വിശ്വസനീയരും ആകർഷകരുമായി കാണുന്നു എന്നാണ്. വ്യായാമം പോലെ തന്നെ ചിരിയും എൻഡോർഫിനുകളുടെ പ്രകാശനം വർദ്ധിപ്പിക്കുന്നു. പരിചയ നിയമം. പരിചയ നിയമം പറയുന്നത് ഒരു വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ എത്രത്തോളം ആയിരിക്കുന്നുവോ അത്രത്തോളം ആ വ്യക്തിയോടൊപ്പം നിങ്ങൾക്ക് സുഹൃത്തുക്കളാകാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ്. 8. അസോസിയേഷൻ നിയമം. നിങ്ങൾ ആരുമായി സഹവസിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പായി അസോസിയേഷൻ നിയമം പ്രവർത്തിക്കുന്നു. നിങ്ങൾ സ്വയം സഹവസിക്കുന്നവരാൽ നിങ്ങൾ വിധിക്കപ്പെടാൻ സാധ്യതയുണ്ട്.
9. ആത്മാഭിമാന നിയമം. ആത്മാഭിമാന നിയമം അനുസരിച്ച് ബന്ധങ്ങൾ തേടുന്ന ആളുകൾക്ക് ഉയർന്ന ആത്മാഭിമാനവും ആത്മവിശ്വാസവും ഉള്ളതായി തോന്നുന്നത് അഭികാമ്യമാണ്. എന്നാൽ അഹങ്കാരത്തെക്കുറിച്ച് ജാഗ്രത പാലിക്കുക. കാരണം അത് വ്യത്യസ്തമാണ്. കാരണം അത് മറ്റുള്ളവരെ താഴ്ന്നവരായി തോന്നിപ്പിക്കുന്നു. 10. ലഭ്യതാ നിയമം. ലഭിക്കാൻ പ്രയാസമുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ആകർഷിക്കപ്പെടുന്നു എന്നാണ് ലഭ്യതാ നിയമം വാദിക്കുന്നത്. ഒരിക്കൽ നമുക്ക് അവ ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവയിൽ ഉത്സാഹം കുറയുന്നു. അതുകൊണ്ടാണ് ഒരു ബന്ധത്തിൻ്റെ തുടക്കത്തിൽ നിഗൂഢത നിലനിർത്തുന്നത് ശരിയാകുന്നത്. 11. റോക്കി റോഡിൻ്റെ നിയമം. റോക്കി റോഡിൻ്റെ നിയമം പറയുന്നത് ചിലപ്പോൾ ആദ്യം പരസ്പരം അത്ര ഇഷ്ടപ്പെടാത്ത രണ്ടുപേർ പിന്നീട് അടുത്ത് ചെന്ന് ശക്തമായ ബന്ധം പുലർത്തിയേക്കാം എന്നാണ്. പല റൊമാൻറ്റിക് കോമഡികളും ഈ അടിസ്ഥാനത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. വ്യക്തിത്വ നിയമം. വ്യക്തിത്വ നിയമം പറയുന്നത് മറ്റേയാൾ അന്തർമുഖനാണോ അതോ പുറം ലോകവുമായി ബന്ധപ്പെടാൻ ഇഷ്ടമുണ്ടോ എന്ന് കണ്ടെത്തേണ്ടത് പ്രധാനമാണെന്നാണ്. വ്യക്തിത്വ സവിശേഷതകൾ എല്ലായ്പ്പോഴും എല്ലാം ഒന്നോ രണ്ടോ ആയിരിക്കണമെന്നില്ല. പക്ഷേ ആളുകൾ സാധാരണയായി ഒന്നോ അല്ലെങ്കിൽ മറ്റൊന്നോ അനുകൂലിക്കുന്നു. നിങ്ങളൊരു പുതിയ വ്യക്തിയെ കണ്ടുമുട്ടുമ്പോൾ തന്നെ നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വം വെളിപ്പെടുത്തുന്നത് എല്ലായ്പ്പോഴും നല്ലതാണ്. 13. പൂരക നിയമം. അവസാനമായി പൂരക നിയമം നമ്മെ ആത്മാർത്ഥമായ അഭിനന്ദനങ്ങൾ പ്രകടിപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഈ നിയമത്തിൻ്റെ പ്രധാന വാക്ക് ആത്മാർത്ഥതയാണ്. അത് മുഖസ്തുതിയിൽ നിന്ന് വ്യത്യസ്തമാണ്. ഒരാളെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുമ്പോൾ നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് ശരിക്കും അഭിനന്ദിക്കുന്ന എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കുകയാണ്. എന്നാൽ ഒരാളെ മുഖസ്തുതി പറയുമ്പോൾ നിങ്ങൾ അമിതവും ആത്മാർത്ഥത ഇല്ലാത്തതുമായ അഭിനന്ദനങ്ങൾ ശേഖരിക്കുകയാണ്. അത് നിങ്ങളെ വ്യാജനാക്കി മാറ്റുന്നു. ഒരു സൂചന. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾക്ക് പിന്തുണ നൽകാൻ എനിക്ക് യഥാർത്ഥ ഗവേഷണമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ആരോടെങ്കിലും പറയുന്നത് ശുദ്ധമായ ഉദ്ദേശത്തോടെയും യാതൊരു ഗൂഢലക്ഷ്യങ്ങളുമില്ലാതെ നിങ്ങൾ ആരെയെങ്കിലും മുഖസ്തുതി പറയുകയാണോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ടതില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നിങ്ങൾ യഥാർത്ഥനാണെങ്കിൽ നിങ്ങൾക്ക് പൂരക നിയമം പൂർണ്ണമായും ഇല്ലാതാക്കാം. ആകർഷണ നിയമങ്ങൾ കൂടുതൽ ആകർഷകമായ വ്യക്തിയാകാനുള്ള നിങ്ങളുടെ സാധ്യതകളെ നാടകീയമായി വർദ്ധിപ്പിക്കും. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഫലങ്ങളുടെ ഒരു നീണ്ട ശൃംഖലയിലേക്ക് നയിച്ചേക്കാം.